മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതാ ചോദ്യം കൂടെയാണ്. ചോദ്യത്തിന്റെ മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏത് ചോദ്യമാണെന്നുള്ളത്. 7 മാർക്കിന് നമുക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ കേരള പാഠാവലി അല്ലെങ്കിൽ മലയാളം ഫസ്റ്റില് പലപ്പോഴും നമുക്ക് പാഠപുസ്തകത്തിന് പുറത്തുള്ള ഏതെങ്കിലും കൃതികളാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കാറുള്ളത്. അപ്പൊ നോക്കൂ, നിങ്ങൾ ഇവിടെ കാക്ക എന്ന് പറയുന്ന വൈലോപ്പിള്ളിയുടെ മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്കൂ, ചോദ്യം ഇങ്ങനെയാണ്: ആശയം, ആസ്വാദനാംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആശയം വേണം, അതായത് കവിതയുടെ മുഴുവൻ ആശയം വേണം. ആസ്വാദനാംശം നല്ല ഭാഷയിൽ അല്ലെ, നമ്മൾ എന്താണ് ആസ്വാദനാംശം വേണം. അതേപോലെ തന്നെ എന്താണ് ഈ സമകാലിക പ്രസക്തി, നമ്മുടെ ഈ ഒരു സമകാലിക ചുറ്റുപാടിൽ എത്രത്തോളം ഈ കവിത പ്രസക്തമാണ് എന്ന് കൂടെ എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം. അപ്പൊ കാക്ക എന്ന് പറയുന്ന കവിതയാണ്. ടീച്ചർ അതൊന്ന് വായിക്കുക അല്ലെ. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം, ചിലപ്പോൾ പുതിയൊരു കവിതയാണ്, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ടെക്സ്റ്റ് ബുക്കിന് പുറത്തുള്ള ഒരു കൃതിയാണ് നമുക്ക് തരുന്നതെങ്കിൽ എന്ത് ചെയ്യണം? അത് 2 or 3 ആവർത്തി വായിച്ചു നോക്കണം. ചിലപ്പോൾ 4 or 5 തവണ വായിച്ചാലായിരിക്കും ഒരാൾക്ക് മനസ്സിലാവും. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല അല്ലെ. ചിലർക്ക് ഒറ്റ വായനയിൽ മനസ്സിലാവും, ചിലർക്ക് 2 or 3 or 4 വായിക്കേണ്ടി വരും. അപ്പോൾ ടൈമും കൂടെ നിങ്ങൾ കണക്കാക്കണം. 7 മാർക്കിന്റെ ഒരു ചോദ്യം എന്ന് പറയുമ്പോൾ മാക്സിമം നമ്മൾ 15 മിനിറ്റ് സമയം മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടത്. ഇത്രയും സമയം മാറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ എഴുതാൻ സമയം ഉണ്ടാവുള്ളൂ നമുക്ക്. അപ്പൊ അതെപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ. അപ്പൊ ഇവിടെ കാക്ക എന്ന് പറയുന്ന കവിത ഇങ്ങനെയാണ്: കൂരിരുട്ടിന്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തൊഴി, ചീത്തകൾ കൊത്തി വലിക്കിലും ഏറ്റവും വൃത്തി വെടുപ്പെഴുന്നോൾ. അല്ലെ, കൂരിരുട്ടിന്റെ കിടാത്തി അല്ലെ, കൂട്ടുകാരിയാണ് ആര്, നമ്മുടെ കാക്ക അല്ലെ. അതുപോലെ സൂര്യപ്രകാശത്തിന്റെ ഉറ്റ തോഴിയാണ്. ചീത്തകൾ കൊത്തി വലിക്കലും ഏറ്റവും വൃത്തി വെടുപ്പെഴുന്നു അല്ലെ. ചീത്ത വേസ്റ്റ് ഒക്കെ ആണല്ലോ കൊത്തി വലിച്ച് കഴിച്ച് നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കി തരുന്ന ഒരാളാണ് ആര്, കാക്ക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ചീത്തയൊക്കെ കൊത്തി വരിക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യണോ, ഏറ്റവും അല്ലെ വൃത്തിയുള്ള ഒരു പക്ഷി കൂടിയല്ലേ. കാക്കിനെ കാണുമ്പോൾ ഭയങ്കര നീറ്റല്ലേ കാണാന്. ഇപ്പൊ കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിൽ നമുക്ക് പക്ഷി നിരീക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അതിനെപ്പറ്റി കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ ടെക്സ്റ്റ് ബുക്കില്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടാവണം അല്ലെ, കാക്കേനൊക്കെ നോക്കിയിട്ടുണ്ടാവണം, നിരീക്ഷിച്ചിട്ടുണ്ടാവണം നിങ്ങൾ അല്ലെ. ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കമന്റ് ചെയ്യണം എത്ര പേര് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ. അപ്പൊ കാക്ക നീ ഞങ്ങളെ സ്നേഹിക്കലും കാക്കണം സ്വാതന്ത്ര്യം എന്നറിയുമ്പോൾ അല്ലെ, കാക്ക ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും എന്താണ് സ്വാതന്ത്ര്യം എന്താണ് എന്നറിയുന്നവളാണ്. പൊന്നുപുലരി ഉണർന്നെണീറ്റ് ചെന്ന് കിഴക്കു തീ പൂട്ടിടുമ്പോൾ, അതായത് പ്രഭാതത്തെ കുറിച്ചാണ് പറയുന്നത്. പൊന്നു പുലരി അല്ലെ, പുലരി പ്രഭാതം ഇങ്ങനെ എണീറ്റ് വന്ന് കിഴക്ക് ഭാഗത്ത് പോയി തീയിടുന്നു എന്ന് പറയണം. അതിന്റെ അർത്ഥം എന്താണ്, കിഴക്ക് ഭാഗത്താണ് ആര് ഉദിക്കുക, സൂര്യൻ ഉദിച്ചു വരുന്നതിനെയാണ് അവിടെ പറയുന്നത്. വൈലോപ്പിള്ളി വളരെ മനോഹരമായിട്ട് ഇത്തരത്തിലുള്ള വാങ്മയ ചിത്രങ്ങൾ, നീളും മലയുടെ ചങ്ങലവട്ടയിൽ നാളം പാടല വിരലാൽ നീട്ടിയും ഓമൽ കവിള് തുടുത്തും തെല്ലൊരു നാണത്തോടെ ഒരുങ്ങിടും അല്ലെ. അങ്ങനെ പ്രഭാതത്തെ മുൻപ് വർണ്ണിച്ചിട്ടുണ്ട്. മലയുടെ നീളുന്ന അല്ലെ, ചങ്ങലവട്ട പോലെ നീണ്ടു കിടക്കുന്ന മലയുടെ മുകളില് ആ നാളം അല്ലെ, ചുവന്ന വിരലുകൾ കൊണ്ട് ഇങ്ങനെ നാളം നീട്ടിയതുപോലെ ഉയർന്നു വരുന്ന സൂര്യൻ ഉദിക്കുന്നതിനെ കുറിച്ചൊക്കെ ആര് പാടിയിട്ടുണ്ട്, വൈലോപ്പിള്ളി മുമ്പേ പാടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായിട്ടുള്ള ആ ഒരു ഭാഷയും ആ ഒരു എന്താ പറയാ വാങ്മയ ചിത്രം, ഈ ചിത്രമൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ആ ചിത്രം വരച്ചതുപോലെ അല്ലെ. അപ്പൊ വാങ്മയ ചിത്രമൊക്കെ കവിതയിലുണ്ട് എന്ന് നമുക്ക് സമർത്ഥിക്കാം അല്ലെ. ഇനി എന്താണ് പറയുന്നത്, കാളുന്ന വാനത്ത് നാളികേര പൂളൊന്നു വാടിക്കിടന്നിടുമ്പോൾ, മുത്തൊക്കും അത്താഴ വറ്റുവാനിൽ മുറ്റത്തു ചിന്നി അടിഞ്ഞിടുമ്പോൾ, കേൾക്കാം പുളിമര കൊമ്പിൽ നിന്നും കാക്ക കരഞ്ഞിടും താരനാദം. താരനാദം എന്ന് വെച്ചാൽ ഉറക്കെയുള്ള ശബ്ദം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ വളരെ മനോഹരമായ രീതിയിൽ അല്ലെ, നല്ല വാക്കുകൾ കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ആ കവിതയുള്ളത്. നമുക്ക് ആർക്കും എന്താണ് 1, 2, 3 തവണ, ഇനി എന്താണ് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കുറച്ച് അധികം തവണ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെ, 1, 2 തവണ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആശയം നമുക്ക് മനസ്സിലാവും. അപ്പൊ ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ സാഹിത്യത്തെ എന്ത് ചെയ്യാൻ പറ്റൂടാ, ടീച്ചർ പറഞ്ഞതുപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതിപ്പോ എങ്ങനെയാണ് സാഹിത്യത്തെ നമ്മൾ ആസ്വദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ആസ്വദിക്കും, നല്ലൊരു മഴ പെയ്യുന്നത് കാണുമ്പോൾ അത് ആസ്വദിക്കാറുണ്ട്. അതുപോലെ നമ്മളൊരു അല്ലെ സിനിമ കാണുമ്പോൾ ആസ്വദിക്കും, നല്ലൊരു ചായ ആസ്വദിച്ച് കുടിക്കും, നല്ല ഫുഡ്, ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്യാറില്ലേ. അതുപോലെ സാഹിത്യവും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പൊ ഇത് ആസ്വദിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സാഹിത്യമായിട്ട്
ആയിട്ടുള്ള അല്ലെ രീതിയിൽ നല്ല നല്ല വാക്കുകൾ ഉപമകളൊക്കെ നമുക്ക് കൊണ്ടുവരാം. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ പത്രവാർത്ത എഴുതുന്ന പോലെ അല്ലെ അത്രയും ഗൗരവമുള്ള ഭാഷയിലല്ലല്ലോ നമ്മള് അല്ലെ ആസ്വാദനക്കുറിപ്പൊക്കെ നമ്മൾ എഴുതുക. കുറച്ചുകൂടി ലളിതമായിട്ടുള്ള പദങ്ങളോ അല്ലെ വർണ്ണനകളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുമായി ബന്ധപ്പെടുന്ന വരികൾ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ കവിതകൾ ഉണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കാം. അതേപോലെ ഈ മൊത്തം വരികളും വായിച്ച് അതിലുള്ള ആശയം അത് നമ്മൾ നിർബന്ധമായിട്ട് എഴുതണം. അതായത് ഓരോ വരിയുടെ ആശയമല്ല, മൊത്തത്തിൽ കവിതയുടെ ആശയം എഴുതണം. കവിയെ കുറിച്ച് അല്ലെ വൈലോപ്പിള്ളിയെ കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാം. അല്ലെ പ്രയോഗങ്ങള്, വിശേഷണങ്ങള്, ടീച്ചർ പറഞ്ഞതുപോലെ എന്താണ് വാങ്മയ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം അല്ലെ ചിത്രങ്ങള്, പിന്നെ ശബ്ദഭംഗിയെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോ വ്യാകരണപരമായിട്ട് ഇപ്പൊ നമുക്ക് എന്താണ് രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കുന്നു, ആദ്യത്തെ അക്ഷരം ആവർത്തിക്കുന്നു, അല്ലെങ്കിൽ അവസാനത്തെ അക്ഷരം ആവർത്തിക്കുന്നു, അങ്ങനെയുള്ള പ്രത്യേകതകൾ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഒരേപോലെയുള്ള വാക്കുകൾ അല്ലെ ശബ്ദം അല്ലെ എന്താ പറയുക സുഖം നൽകുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ അത്തരം വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം അല്ലെ. അതേപോലെ കാവ്യഭാഷയുടെ പ്രത്യേകത സൂചിപ്പിക്കാം. അതേപോലെ നമ്മുടെ സമകാലികമായിട്ട് അല്ലെ നമ്മുടെ എന്താ പറയാ സമകാലിക സിറ്റുവേഷൻസിൽ എത്രത്തോളം ഈ കവിത പ്രാധാന്യമുണ്ട്, എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് എഴുതാവുന്നതാണ്. ആസ്വാദനക്കുറിപ്പിൽ നമുക്ക് എഴുതാവുന്നതാണ്. അപ്പൊ 7 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് കവിതയുടെ ആശയം ഉൾക്കൊള്ളിച്ച് 1, 2, 3, 4 തവണ വായിച്ചു നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇതേപോലെ നമുക്ക് ഓരോ ചോദ്യങ്ങളും, എനിക്കറിയാം നിങ്ങൾക്ക് ഉപന്യാസം, മുഖപ്രസംഗം അല്ലെ പ്രഭാഷണം, പ്രസംഗം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് 7 മാർക്കിന് വരും. ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് മാരത്തോണുകളിൽ അല്ലെ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ പിറ്റേന്ന് രാവിലെ അല്ലെ 13-ാം തീയതി രാവിലെ അതും കൂടെ പഠിച്ചിട്ടാണ് നിങ്ങളെ ഞങ്ങൾ പരീക്ഷയ്ക്ക് പറഞ്ഞയക്കുക. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം, അവിടെ എന്തൊക്കെ ഉണ്ട്, മലയാളം ഫസ്റ്റ് മാത്രമല്ല അറബി, ഉറുദു, സാൻസ്ക്രിറ്റ് ഒക്കെ നമുക്ക് ലൈവുകളുണ്ട്. എല്ലാത്തിനും കോണ്ടന്റ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. ബൈ.